എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. പ്രിയദർശിനി പദ്ധതി, പ്രിയദർശിനി ഫണ്ടും ശമ്പളത്തിനുള്ള സർക്കാർ സഹായ ഫണ്ടിന്റെയും വിതരണം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴിയാക്കിയതിൽ KSRTCക്ക് നഷ്ടം. ബില്ല് ഡിസ്കൗണ്ടിംഗ് രീതിയായതിനാൽ പലിശ പിടിച്ച ശേഷമുള്ള തുകയാണ് KSRTCക്ക് നൽകുന്നത്. എന്നാൽ ഈ തുക പിന്നീട് KSRTCക്ക് നൽകുമെന്നാണ് സർക്കാർ പറയുന്നത്. സർക്കാരിൽ നിന്നുള്ള ഏതു ഫണ്ട് മുടങ്ങിയാലും അത് KSRTCയെ തകർക്കും. അത് ഒഴിവാക്കാനാണ് കോർപ്പറേഷനുള്ള ഫണ്ടുകളുടെ വിതരണം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴിയാക്കിയത്. വായ്പയ്ക്ക് പകരം കടമെടുക്കുകയാണ്. ഇതിനായി KFCക്ക് സർക്കാർ പ്രോമിസറി നോട്ട് എഴുതി നൽകിയിട്ടുണ്ട്. 8.9% പലിശ നിരക്കിലാണ് KFC സർക്കാരിന് പണം കടം കൊടുക്കാൻ ധാരണയായത്. പക്ഷേ പലിശയുടെ കാര്യം വന്നപ്പോൾ സർക്കാർ KSRTCക്കിട്ട് ആപ്പ് വെച്ചു. പലിശയുടെ പകുതി കോർപ്പറേഷന്റെ ബാധ്യതയാക്കി. അതിനാൽ KSRTCയുടെ പലിശ തുക കുറച്ചിട്ടുള്ള തുകയാണ് KFC നൽകുന്നത്. 15 ദിവസത്തെ കണക്ക് വെച്ചാണ് പ്രിയദർശിനി ഫണ്ട് കിട്ടുന്നത്. ജൂലൈ 15 വരെയുള്ള തുക അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ ശമ്പളത്തിനുള്ള സർക്കാർ സഹായമായ 50 കോടി ധനവകുപ്പ് നേരിട്ടാണ് കൊടുത്തിരുന്നത്. അതും KFC വഴി ബിൽ ഡിസ്കൗണ്ടിംഗ് രീതിയിലായതിനാൽ പലിശയുടെ പകുതി തുക പിടിച്ച ശേഷമാണ് ഫണ്ട് കൊടുക്കുന്നത്. RB സനു, മീഡിയ 1, തിരുവനന്തപുരം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ സുനിൽ ഐസക് നൽകും. സുനിൽ, എന്തുകൊണ്ടാണ് ഈ KFC വഴി ഈ പ്രിയദർശിനി ഫണ്ടും അതുപോലെ തന്നെ ഈ ശമ്പളത്തിനുള്ള സഹായ ഫണ്ടും നൽകുന്നത്? അത് KFC വഴിയാക്കിയതിൽ എങ്ങനെയാണ് KSRTCക്ക് ഇത്രയധികം നഷ്ടം വരുന്നത്? KSRTCക്ക് നഷ്ടമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ ഒരു അവസ്ഥയിൽ അവർക്ക് വലിയ ബാധ്യത ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തുക പിന്നീട് സർക്കാർ KSRTCക്ക് തിരിച്ചു നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് എന്ന് നൽകുമെന്ന കാര്യത്തിൽ കൃത്യമായ ഉറപ്പൊന്നുമില്ല. ഇതിന്റെ ഒരു നേരത്തെ, അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ പ്രതിമാസം ഏതാണ്ട് 50 കോടി രൂപ വീതം KSRTCക്ക് ശമ്പളം നൽകുന്നതിനായി സർക്കാർ നൽകി വന്നിരുന്നു. അങ്ങനെയാണ് KSRTCയുടെ പ്രതിസന്ധി പരിഹരിച്ചത്. ശമ്പളവും പെൻഷനും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അത് പക്ഷേ ധനവകുപ്പ് നേരിട്ടാണ് നൽകിയിരുന്നത്. പക്ഷേ പുതിയ സർക്കാർ വരുമ്പോഴാണ് പ്രിയദർശിനി പദ്ധതി വരുന്നത്. പ്രിയദർശിനി പദ്ധതി നമുക്കറിയാം, ഏതാണ്ട് 80 കോടിയോളം രൂപ ഒരു മാസം സർക്കാരിന് ബാധ്യത ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പ്രാഥമികമായ കണക്ക്. അതിന്റെ തുക നൽകുന്നത് 15 ദിവസത്തെ ഇടവേളകളിലാണ്. അതായത് 15 ദിവസത്തെ തുക നൽകുന്നു, പിന്നീട് അടുത്ത ദിവസം 15 ദിവസം, അതായത് ഒരു മാസം 2 ഘട്ടമായിട്ടാണ് ഈ തുക നൽകുന്നത്. ആ തുക നൽകുന്നത് KFC വഴിയാണ്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴിയാണ്. 8.9% പലിശക്ക് ആണ് ഈ തുക KFCയിൽ നിന്ന് എടുക്കുന്നത്. അങ്ങനെ KFCക്ക് ത്രൂ ഈ പ്രിയദർശിനിക്കുള്ള തുക നൽകുന്നതിനൊപ്പം തന്നെ നേരത്തെ നൽകി വന്നിരുന്ന 50 കോടി രൂപ, ആ 50 കോടി രൂപയും KFC ത്രൂ ആക്കി, അതായത് KFCയിൽ നിന്ന് വായ്പ എടുത്ത് നൽകുന്ന രീതിയിലേക്ക് വന്നു. അതിന് 4.9% പലിശയാണ് KFCക്ക് നൽകുകയും ചെയ്യുന്നത്. ഇത് ഈ ബിൽ ഡിസ്കൗണ്ട് സിസ്റ്റം അനുസരിച്ചാണ് ഈ തുക KSRTCക്ക് നൽകുന്നത്. അതായത് ഈ പലിശയുടെ പകുതി പൈസ KSRTCക്ക് നൽകുന്ന തുക KSRTC ആദ്യം KFC എടുക്കും. അതായത് നേരത്തെ നമ്മൾ ഈ പലിശയൊക്കെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം കടമെടുക്കുമ്പോൾ കൊടുത്തിരുന്നത് പോലെ ആദ്യം പലിശ എടുക്കും, എന്നിട്ട് ബാക്കിയുള്ള മുതൽ മാത്രമാണ് ബാക്കിയുള്ള തുക മാത്രമാണ് ഈ പലിശ വാങ്ങുന്ന ആൾക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ KFC അവരുടെ പലിശയുടെ പകുതി ആദ്യം എടുക്കും, അതിനുശേഷമുള്ള തുകയെ KSRTCക്ക് നൽകൂ. അതുകൊണ്ട് തന്നെ ഈ 2 പദ്ധതികളെയും ഇത് വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അതായത് 40 കോടി രൂപ 15 ദിവസം കൂടുമ്പോൾ പ്രിയദർശിനി പദ്ധതിക്ക് വേണ്ടി മാത്രം KSRTCക്ക് വേണം. അതിൽ നിന്ന് പക്ഷേ ഈ തുക KFC കട്ട് ചെയ്യുമ്പോൾ പ്രിയദർശിനി പദ്ധതി അത് വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ ഒരു മാസക്കാലത്തെ പൈസ ഈ പ്രിയദർശിനി പദ്ധതിയുടെ പൈസ സർക്കാർ നൽകിയിട്ടുമില്ല. അതായത് KFCയിൽ നിന്ന് ലോണായി നൽകിയിട്ടുമില്ല. അതായത് ജൂലൈ 15 വരെയുള്ള പണം മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇപ്പൊ ഏതാണ്ട് ഒരു മാസമായിട്ട് ഈ പ്രിയദർശിനി പദ്ധതിയുടെ പൈസയും KFC ത്രൂ ലഭിക്കുന്നില്ല. അതിന്റെ കാരണമായി പറയുന്നത് ഈ പലിശയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. എന്തായാലും KSRTCയെ സംബന്ധിച്ച് ഈ സർക്കാർ ഇപ്പോൾ നൽകാമെന്ന് ഏറ്റിട്ടുള്ള ഈ പലിശയുടെ പകുതി തുക, അതായത് KFC പിടിച്ചിട്ട് നൽകുന്ന തുക, ആ തുക കൂടി ലഭിച്ചില്ലെങ്കിൽ ഈ പദ്ധതികളെല്ലാം വലിയ തോതിൽ ബാധിക്കും. അത് ശമ്പളം നൽകുന്നതിനെ മാത്രമല്ല പ്രിയദർശിനി പദ്ധതിയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അതാണ് KSRTCക്ക് ഇപ്പോൾ ഒരു പാരയായി മാറിയിരിക്കുന്നത്. എന്തായാലും ഒന്നുകിൽ KFC ത്രൂ ഈ നൽകുന്ന തുക നേരിട്ട് ധനവകുപ്പ് വഴി നൽകുക, അതല്ലെങ്കിൽ ഈ പലിശ പിടിക്കുന്ന സിസ്റ്റം ഒഴിവാക്കുക, ബിൽ ഡിസ്കൗണ്ട് സിസ്റ്റം ഒഴിവാക്കുക, അതല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ KSRTCക്ക് നൽകാനുള്ള ഈ പലിശ ഇനത്തിൽ നൽകാനുള്ള തുക അത് സർക്കാർ അടിയന്തരമായി നൽകുക. ഈ 3 കാര്യങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ KSRTC വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകുമെന്നാണ്
വിദഗ്ധർ യെസ്, അതാണ് ഈ KFC വഴി ഫണ്ട് നൽകുന്നതാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി വെല്ലുവിളി KSRTCക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലൊരു ഇടപെടൽ, സർക്കാർ ഇടപെടൽ വേണം എന്ന ആവശ്യമാണ് ഉയരുകയും ചെയ്യുന്നത്. വിവരങ്ങളാണ് സുനിൽ ഐസക് നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം പ്രേക്ഷകരെ, വളരെ വേഗത്തിൽ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.